നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. രാവിലെ ഒന്നും മര്യാദക്ക് കഴിക്കാത്തതുകൊണ്ട് ആൾക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ആൾ ഫോൺ കയ്യിലെടുത്ത് കാവ്യക്ക് മെസ്സേജ് അയച്ചു. കാവ്യ, നീ എന്തെടുക്കുക? ഉടൻ തന്നെ റിപ്ലൈ വന്നു. ഈച്ചയാട്ടി ഇരിക്കുവാടി. നീയോ? അത് വായിച്ച് നീലാംബരിയും ചിരിച്ചുപോയി. ഞാനും. നിന്റെ ബോസ് മിസ്റ്റർ കിരൺ അവിടെ? ആദ്യം ഇവിടെയൊക്കെ കിടന്ന് ഓടുന്നുണ്ട്. എന്തിനോ എന്തോ. നിന്റെ ബോസ് മിസ്റ്റർ കലിപ്പനോ? അയാൾക്കൊന്ന് ഓടാൻ പോയിട്ട് നടക്കാൻ കൂടി അറിയില്ലാന്ന് തോന്നുന്നു. ആ ചെയറിൽ ആണിയടിച്ച് വെച്ചേക്കുക. കുമ്പസാരം വല്ലതും നടന്നോ? അതിനെ അങ്ങേരിന്റെ മുഖത്ത് നോക്കിയിട്ട് വേണ്ടേ? ദേഷ്യം വരുവാ കാവ്യ. അതാടി ഞാൻ പറഞ്ഞു. രാവിലെ ഞാൻ പറഞ്ഞ പോലെ കയറി ലിപ്ലോക്ക് ചെയ്തിടായിരുന്നോ? ഓടി അസത്തെ. ആ മെസ്സേജും സെൻഡ് ചെയ്ത് ചിരിച്ചുകൊണ്ട് നീലാംബരി റോളിംഗ് ചെയറിലൊന്ന് കറങ്ങി. ഒരു കറക്കം കഴിഞ്ഞ് അവൾ കണ്ടു ക്യാബിൽ നിന്ന് ഇറങ്ങി നടന്നു വരുന്ന ജാനിനെ. ബ്ലാക്ക് ഷർട്ടും അതിനു പുറത്ത് നേവി ബ്ലൂ സ്ലിം ഫിറ്റ് ബ്ലേസറും ബ്ലാക്ക് പാന്റും ബ്ലാക്ക് ഷൂവും. അവൾ ഇമച്ചിമ്മ മറന്നൊരു നിമിഷം അവനെ നോക്കിയിരുന്നു പോയി. വല്ലാത്തൊരു ആകർഷണം തോന്നി അവൾക്ക്. അവനിലേക്ക് എന്തോ വലിച്ചടുപ്പിക്കും പോലെ, നോക്കിയിരിക്കാൻ തോന്നുന്ന പോലെ. അവൻ ഓഫീസിൽ മുഴുവൻ സ്റ്റാഫുകളെയും പരിസരമൊക്കെ നോക്കിയാണ് നടന്നു വരുന്നത്. ഓഫീസ് ഹോൾ ഡോറിന്റെ അടുത്തുള്ള ഓഫീസ് അസിസ്റ്റന്റുമാരുടെ ക്യാബിനും അവന്റെ കണ്ണുകൾ ചെന്നെത്തി. തന്റെ ഫോണിലേക്ക് വന്നൊരു കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അവൻ നീലാംബരിയുടെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്നൊരു പതർച്ചയോടെ അവൾ അവന്റെ മുഖത്തുനിന്ന് കണ്ണുകൾ മാറ്റി. ഡോർ തുറന്നിറങ്ങുന്നവരെയും അവന്റെ ഗൗരവമുള്ള നോട്ടം അവളിൽ തങ്ങി നിന്നു. ജാൻ പോയി കഴിഞ്ഞതും അവൻ പോയ വഴിയിൽ നോക്കി ശ്വാസമെടുത്ത് അവൾ ചുറ്റും കണ്ണോടിച്ചു. തന്നെ മാത്രമല്ല എല്ലാവരുടെയും കണ്ണുകൾ അവൻ പോയ വഴിയാണെന്ന് കാണെ അവളൊന്ന് വിശ്വസിച്ചു. ലഞ്ച് സമയമായപ്പോൾ കാവ്യ നീലാംബരിയെ ഫോണിൽ വിളിച്ചു. അതാത് ഫ്ലോറിലെ തന്നെ റെസ്റ്റ് റൂമുകളിൽ സ്റ്റാഫിന് ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിലും ലഞ്ച് കൊണ്ടുവരാത്തതിനാൽ അവർ ഫസ്റ്റ് ഫ്ലോറിലുള്ള റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. വളരെ പരിമിതമായ ഭക്ഷണങ്ങൾ മാത്രമുള്ള വിശാലമായ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു അത്. നീ എന്താടി ഇങ്ങനെ എന്തോ പോലെ ഇരിക്കുന്നത്? എന്തു പറ്റി? വിഷമിച്ചിരിക്കുന്ന നീലാംബരിയെ കണ്ട് കാവ്യ ചോദിച്ചു. നീലാംബരി ദീർഘശ്വാസം എടുത്തു. എന്നിട്ട് പറഞ്ഞു, വേറൊരു സോറി. അത് പറയാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിനേക്കാൾ പാടാം അത് മറ്റൊരാളിൽ നിന്ന് സ്വീകരിക്കാനോ തെറ്റ് ചെയ്തവരിൽ നിന്നൊരു സോറി കേൾക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നു. ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേടി? സങ്കടത്തോടെ പറയുകയാണ് നീലാംബരി. പക്ഷെ കാവ്യക്ക് ദേഷ്യം വന്നു. ഇവിടെ പാര തെറ്റിയത് നീയോ? അതിന് മാത്രം നീ എന്താ ചെയ്ത്? ജാനി ഒന്ന് കളിയാക്കി. അതിനാണോ കൊലക്കുറ്റിയെന്ന പോലെ നീ ഇങ്ങനെ വിഷമിച്ചെടുക്കുന്നത്? ആ കിരണിനെ പറഞ്ഞാൽ മതി. കാവ്യ പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. നീ പറഞ്ഞപ്പോൾ ചെറിയൊരു തമാശ. അത് കേട്ടാളിന് മാത്രമേ അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നെ പറഞ്ഞാൽ മതി. ഇടയ്ക്കിടയ്ക്ക് നാവ് പിഴയ്ക്കുന്നു. എനിക്ക് അതല്ല മനസ്സിലാവാത്തത്. എന്ത് പറഞ്ഞാലും കറക്റ്റ് സമയത്ത് ജാൻ സാർ എങ്ങനെയാ അവിടെ എത്തുന്നേ? സ്വയം തലക്കിട്ട് കുട്ടിക്കൊണ്ട് അവൾ ടേബിൾ കൈതാങ്ങിയിരുന്നു. യെസ്, കറക്റ്റാണ്. നീലാംബരിയും കാവ്യയും ആ പറഞ്ഞാരാണ് നോക്കി. സംശയമൊന്നും വേണ്ട, കിരണാണ്. കിരണിനെ കണ്ടപ്പോൾ കാവ്യക്ക് എന്തോ ഒരു ചമ്മൽ തോന്നി. രാവിലെ അവൻ ദേഹത്തേക്ക് ചേർത്ത് നിർത്തിയത് അവൾക്ക് ഓർമ്മ വന്നു. കിരണേട്ട ഫുഡ് കഴിക്കാൻ വന്നാണോ? നീലാംബരി അവനോട് ചോദിച്ചു. അല്ലല്ലോ സുന്ദരി മോളെ, എന്തേ? നീലാംബരിയുടെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ കൊഞ്ചി. അപ്പർ റെസ്റ്റോറൻറ്റിൽ കുളിക്കാൻ വന്നാവും. കാവ്യ ആരോടൊന്നില്ലാതെ പറഞ്ഞു. കിരൺ അവളെയും നോക്കി. അതെ, ഞാൻ കുളിക്കാൻ വന്നാ. മോള് വരുന്നോ? ചേട്ടന് നല്ലപോലെ കുളിപ്പിക്കാനും അറിയാം. കേട്ടതിന്റെ ജാളിത മാറ്റാൻ കാവ്യ പെട്ടെന്ന് തന്നെ പറഞ്ഞു. അല്ല, പിന്നെ ഇയാൾ നിന്നെ വന്ന്? അതോ, നിങ്ങളുടെ CEO ദി ഗ്രേറ്റ് ജയ് ശിവനാഥ് മേനോൻ സാറിന് ഒരു തലവേദന. ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി മെഡിസിൻ വാങ്ങിയിട്ട് വരുന്ന വഴി ഒരു ജ്യൂസ് അടിക്കാൻ കയറിയതാണ്. ഇവിടെ പലരോടും ഞാൻ പറഞ്ഞിരുന്നു ഒരു വിക്സെങ്കിലും എടുത്ത് കൊടുക്കാൻ. നീലാംബരിക്കിട്ട് താങ്ങിയാണ് കിരൺ അത് പറഞ്ഞു. എൻ്റെ പൊന്നി കിരൺ സാറേ, രാവിലെ മുതലേ ആൾക്ക് എന്നെ കണ്ണിന് പിടിക്കുന്നില്ല അറിയോ? ഇടയ്ക്ക് എനിക്ക് തന്നെ തോന്നി ഇനി ഞാൻ വല്ല ആവിയോ മറ്റോ ആണോ എന്ന്. ഇന്ന് 2 തവണ ഞാൻ വലിഞ്ഞേറിയ ക്യാബിനിൽ ചെന്നാ മുഖത്ത് നോക്കുന്നില്ലെന്ന് പോട്ടെ, ഇങ്ങനെ ഒരാൾ അടുത്തു വന്ന ഭാവം പോലും ഇല്ല. നീലാംബരിയുടെ കണ്ണുരുട്ടിയുള്ള ആക്ഷൻ കാണിച്ചുള്ള പറച്ചിൽ കാവ്യം കിരണം ഒരുപോലെ ചിരിച്ചു. എടോ, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ കുറച്ച് ടൈം എടുക്കുന്നു. ശരിക്കും അവനാളൊരു പാവ. ദേഷ്യം വന്നാൽ പിന്നെ എല്ലാവരോടും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും നിങ്ങൾ ഫുഡ് കഴിക്കുക. ഇന്ന് ഏട്ടൻ ഫുഡ് വാങ്ങിത്തരാം. നീലാംബരി ലൈം ജ്യൂസ് മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ. കാവ്യ 2 ബർഗറും കോഫിയും ഓർഡർ ചെയ്തു. കിരൺ കാവ്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന ബർഗർ അവളുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി കഴിക്കാൻ തുടങ്ങി. അവൾ ദേഷ്യത്തോടെ അവനെ തുറിച്ചു നോക്കി. എന്നിട്ട് 2ാമത്തെ ബർഗർ എടുത്ത് കഴിച്ചു. നീലാംബരി ജ്യൂസ് കുടിച്ചിട്ട് വാഷ്റൂമിലേക്ക് പോയി. തന്റെ ബർഗർ തട്ടിയെടുത്ത് ആസ്വദിച്ച് കഴിക്കുന്ന കിരണിനെ കാവ്യ ദേഷ്യത്തോടെ നോക്കി. എന്നാണ് ഈ തുറിച്ചു നോക്കുന്നത്? കണ്ണേ കുത്തിപ്പൊട്ടിക്കും. കഴിയേ? കിരൺ അവളെ നോക്കി കണ്ണൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് മതി, വയറ് നിറഞ്ഞു. അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. കിരൺ അവളുടെ അടുത്തേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് ശബ്ദം താഴ്ത്തി ചോദിച്ചു. ഇത്ര പെട്ടെന്ന് വയറ് നിറഞ്ഞു? എവിടെ, ഞാനൊന്ന് നോക്കട്ടെ. പെട്ടെന്ന് അവൾ ചെയറിൽ നിന്ന് ചാടി എഴുന്നേറ്റു. കിരൺ, ഞാൻ വാഷ്റൂം പോയിട്ട് വരാം. അവന് പെട്ടെന്ന് ചിരി വന്നു. ദേ, ഇത്രയേ ഉള്ളൂ, എഴുന്നേറ്റ് ഓടിയണ്ടില്ലേ പൊട്ടിപ്പെണ്ണ്. കാവ്യ പോകുന്ന നോക്കി അവനൊരു ചിരിയോടെ പറഞ്ഞു. വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നീലാംബരി കണ്ടു അവിടേക്ക് വരുന്ന അശ്വിനെ. അവന്റെ കൂടെ വേറെ 1-2 പയ്യന്മാരും ഉണ്ടായിരുന്നു. അവളെ കണ്ടതും അശ്വിൻ കൂടെയുള്ളവർക്ക് അവളെ കാണിച്ചു കൊടുത്തു. അവരെന്തോ അടക്കം പറഞ്ഞ് ചിരിക്കുന്ന അവൾ ശ്രദ്ധിച്ചു. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ നടന്നുപോയതും അശ്വിൻ അവൾ വിളിച്ചു. നില,
നീലാംബരി തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവിടെ നിന്നു. എന്താണ് അശ്വിൻ, പറഞ്ഞോളൂ. ഗൗരവത്തോടെയാണ് അവൾ അശ്വിനോട് സംസാരിച്ചത്. ഇന്ന് ഓഫീസിലാണെന്നൊക്കെ ഞാൻ കണ്ടു, തനിക്ക് ഫീലായോ? വിഷമം നടിച്ചുള്ള അവന്റെ ചോദ്യം നീലാംബരിക്ക് അത്ര രസിച്ചില്ല. ഫീലാവുന്ന എന്തിനാ? ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന തന്നെയാണ്. ഒരു ഓഫീസ് ആകുമ്പോൾ കൊളീഗ്സ് ആയിട്ടൊക്കെ വഴക്കൊക്കെ ഉണ്ടാവും, ശരിയല്ലേ? അതെ, പക്ഷെ CEO ആളല്പം ദേഷ്യക്കാരനാ. നീല അയാളോട് അധികം അടുക്കാൻ പോകണ്ട. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഡ്രസ്സ് തനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. രാവിലെ കണ്ട മുതൽ പറയണമെന്ന് കരുതിയതാ. അല്പം കൂടി മുന്നോട്ട് വന്നുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ അതിനൊരു മറുപടിയൊന്നും പറഞ്ഞില്ല. അവനെയും നോക്കി അവൾ പുറത്തേക്ക് ഇറങ്ങി. വാഷ്റൂമിന് വെളിയിൽ വന്നപ്പോൾ അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. ആരെങ്കിലും ഇങ്ങനെയൊക്കെ അടുത്തു വന്ന് കമന്റ് പറയുമ്പോൾ ഒരുതരം വിറയിൽ വരാറുണ്ട് അവൾക്ക്. ഒരിക്കലും തന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. കാവ്യയോട് തമാശക്ക് പറയാറുണ്ട് ഇതൊക്കെ എൻജോയ് ചെയ്യണമെന്നൊക്കെ. പക്ഷെ നേരിട്ട് അനുഭവിക്കുമ്പോൾ ഇടയ്ക്ക് അവൾക്ക് പേടി തോന്നാറുണ്ട്. മുകുന്ദനല്ലാതെ ആരും തന്നെ ഒരു നോക്കുകൊണ്ട് പോലും അടുക്കാൻ വന്നിട്ടില്ല. മുകുന്ദൻ അതിനെ അനുവദിച്ചിട്ടില്ലെന്ന് വേണം പറയാൻ. കിരൺ അവരോട് ബൈ പറഞ്ഞ് ജാനുള്ള മെഡിസിനുമായി 6th ഫ്ലോറിലേക്ക് പോയി. നിന്റെ കഴുത്തിക്കുന്ന ചെയിനോടെ ബാഗിൽ ഊരി വെച്ചോ? നീലാംബരിയുടെ കഴുത്തിലേക്ക് നോക്കി കാവ്യ സംശയത്തോടെ ചോദിച്ചു. അവളൊരു പിടപ്പോടെ കഴുത്തിൽ പരതി. അയ്യോ, കാണുന്നില്ലാലോ. നീലാംബരി അവൾക്ക് ചുറ്റും നിലത്തായൊക്കെ നോക്കി. ഡി, നീ റെസ്റ്റോറൻറ്റിൽ വന്നപ്പോൾ ചെയിനില്ലായിരുന്നു. ഞാൻ കരുതി നീ അഴിച്ചു വെച്ചാണെന്ന്. ഇല്ലടി, ഞാൻ അഴിച്ചു വെച്ചില്ല. അയ്യോ, അത് കളഞ്ഞു പോയി എന്തോ. ഇനി എവിടെ പോയി നോക്കാനാ? പക്ഷേ രാവിലെ ഞാൻ വാഷ്റൂമിൽ പോയപ്പോഴേക്കും മിററിൽ നോക്കിയപ്പോൾ കഴുത്തിൽ കണ്ടതാണല്ലോ. നീലാംബരിക്ക് ടെൻഷനായി. അവൾക്ക് വയസ്സറിയിച്ചപ്പോൾ ഭദ്ര പണിയിച്ചു കൊടുത്ത വളരെ നേരത്തെ ഒരു മാലയായിരുന്നത്. അതിൽ ചെറുതായി കിലുങ്ങുന്ന ഒരു മുത്തുണ്ടായിരുന്നു, ലോക്കറ്റായിട്ട്. അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ കഴിയില്ല. സ്വർണം എന്നതിലുപരി അമ്മ തന്ന സമ്മാനമാണത്. നീലാംബരി 12th ഫ്ലോറിൽ ഇറങ്ങിയതും ഓടി നേരെ ക്യാബിനിൽ പോയി അവിടേക്ക് തന്റെ ചെയിൻ തിരയാൻ തുടങ്ങി. ക്യാബിൻ ടേബിളിനടിയിലും ക്യാബിന് പുറത്തും എന്തിന് ഡസ്റ്റ്ബിന്നിൽ വരെ അവൾ തിരഞ്ഞു, കിട്ടിയില്ല. ഡാലിയ അതൊക്കെ കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. എന്തുപറ്റി? വല്ല ഫയലും കൊണ്ട് കളഞ്ഞോ? പുച്ഛത്തോടെയുള്ള ഡാലിയുടെ സംസാരത്തിൽ അവളും വലിയ മൈൻഡ് കൊടുത്തില്ല. മുഖത്ത് നോക്കാതെ തിരിഞ്ഞുകൊണ്ട് തന്നെ അവൾ മറുപടി കൊടുത്തു. ഫയലൊന്നല്ല, എന്റെ ചെയിൻ കാണുന്നില്ല. ഫാൻസി ചെയിനാണ് ഇങ്ങനെ കിടന്ന് നോക്കുന്നത് എന്തിനാ? അതും പറഞ്ഞ ഡാലിയ വാഷ്റൂം ലക്ഷ്യമാക്കി നടന്നു. നീലാംബരി അവിടെ ഉണ്ടായിരുന്നവരോട് തന്റെ മാല കണ്ടോ എന്ന് അന്വേഷിച്ചു. ലഞ്ച് ടൈം ആയതിനാൽ വളരെ കുറച്ചു പേർ മാത്രമേ ഓഫീസിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് കീർത്തന അവിടേക്ക് വന്ന് നീലാംബരിയുടെ ചെയിൻ കണ്ടില്ലെന്നറിഞ്ഞതും കുബുദിയുടെ ഉസ്താദായ അവളിൽ ഒരു ആശയം പൊട്ടിമുളച്ചു. ചെയിനോ? അപ്പൊ അത് ഇയാളുടേതായിരുന്നോ? നീലാംബരി പ്രതീക്ഷയോടെ കീർത്തനയോട് ചോദിച്ചു. കീർത്തന കണ്ടോ? അതെവിടെയാ കണ്ട്? ജാൻ സാറിന്റെ ക്യാബിൽ രാവിലെ നിലത്തെടുക്കുന്നുണ്ടായിരുന്നു. ആകെ ചിലപ്പോൾ ക്ലീനിങ് സ്റ്റാഫ് എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ സാറിനെ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കാണും. അപ്പോൾ വായിൽ വന്ന് കീർത്തനയോടെ പറഞ്ഞു. രാവിലെ താൻ കഷ്ടപ്പെട്ട് ഫയലെല്ലാം ചുമന്ന് ജാന്റെ ക്യാബിൽ പോയത് നീലാംബരിക്ക് ഓർമ്മ വന്നു. ഒരുപക്ഷെ അപ്പോഴെങ്ങനെ അവിടെ വീണതായെന്നവളും ചിന്തിച്ചു. കീർത്തന, സാർ ക്യാബിലുണ്ടോ? ഇല്ല. എന്തുപറ്റി? അതിന് മറുപടി അറിയാതെ അവൾ ജാന്റെ ക്യാബിലേക്ക് പ്രതീക്ഷയോടെ ഓടി. ജാൻ വരുന്നതിന് മുമ്പ് ചെയിൻ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങണം, അതായിരുന്നു അവളുടെ ലക്ഷ്യം. പക്ഷെ എത്ര തിരഞ്ഞിട്ടും അങ്ങനെ ഒരു ചെയിൻ നിലത്തൊന്നും അവൾ കണ്ടില്ല. ക്ലീനിങ് സ്റ്റാഫ് എടുത്ത് കളഞ്ഞിരിക്കാമെന്ന് കീർത്തന പറഞ്ഞ് അവൾക്ക് ഓർമ്മ വന്നു. നീലാംബരി ഡസ്റ്റ്ബിന്നിൽ തപ്പാൻ തുടങ്ങി. അധികം വേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതേ സമയം കീർത്തന ജാൻ വരുന്ന വെയിറ്റ് ചെയ്യുകയായിരുന്നു. അവൻ ലിഫ്റ്റ് ഇറങ്ങിയാൽ ഉടനെ എന്ത് ചെയ്യണമെന്ന് അവൾക്ക് വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. അധികം താമസിയാതെ ലിഫ്റ്റ് ഡോർ ഓപ്പൺ ആയി. ജാൻ അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. വലത് കൈയിലെ ഫോണിൽ എന്തോ തിരയുന്നതിനോടൊപ്പം ഇടത് കൈ നെറ്റിയിൽ ഒഴിയുന്നുണ്ടായിരുന്നവൻ. കീർത്തന വേഗം ജാന്റെ ക്യാബിലേക്ക് ഓടി. ക്യാബിൻ ഡോർ തുറന്ന് അകത്ത് കയറാതെ വാതിൽക്ക് തന്നെ നിന്നു അവൾ. ജാൻ ഓഫീസ് ഹാളിലേക്ക് ഡോർ തുറന്ന് കയറിയതും കീർത്തന ഒച്ചത്തിൽ നീലാംബരിയോട് പറഞ്ഞു തുടങ്ങി. ഇയാളിങ്ങനെ ചെയ്യുന്നത് ശരിയായ കാര്യമില്ല. ജാൻ സാർ ക്യാബിനില്ലാത്ത ട്രക്ക് നോക്കിയെന്തിനാ അദ്ദേഹത്തിന്റെ ഓഫീസ് റൂമിൽ ഇയാൾ കയറിയത്? ഇങ്ങനെ തരാൻ മാത്രം ഈ റൂമിൽ നീലാംബരിക്ക് എന്താ എടുക്കാനുള്ളത്? അത് സാറില്ലാത്ത സമയത്ത് ഇതൊക്കെ മോശമാണ് നീലാംബരി. ഇയാൾ പുറത്തേക്ക് ഇറങ്ങ്. നിലത്തിരുന്ന് ഡസ്റ്റ്ബിൻ പരിശോധിച്ചുകൊണ്ടിരുന്ന നീലാംബരി ഒരു നിമിഷം വല്ലാതെ പകച്ചുപോയി. എന്താ കീർത്തന പറഞ്ഞ്? എന്റെ ചെയിന് ഇയാൾ പറഞ്ഞിട്ടല്ലേ? എനിക്കൊന്നും കേൾക്കണം നീലാംബരി. ഈ ഓഫീസ് റൂമിൽ നിന്ന് ഇപ്പം ഇറങ്ങണം, ഇല്ലെങ്കിൽ ജാൻ സാർ വരുമ്പോൾ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഇതെല്ലാം കേട്ട് ക്യാബിന്റെ പുറത്ത് നിൽക്കായിരുന്നു ജാൻ. അവൻ എന്തെന്നില്ലാത്ത ദേഷ്യം ഇരച്ചു കയറി. തലവേദനയോടൊപ്പം രാവിലെ മുതൽ ഇവിടെ നടക്കുന്ന ഡ്രാമ മുഴുവൻ അവൻ മിണ്ടാതെ സഹിക്കുകയായിരുന്നു. പക്ഷെ അകത്തുനിന്ന് നീലാംബരി അതൊന്നും കണ്ടില്ല. അവളുടെ മനസ്സിൽ തന്നെ പറയാൻ അനുവദിക്കാതെ വായിൽ തോന്നി വിളിച്ചു പറയുന്ന കീർത്തനയുടെ മുഖമായിരുന്നു. കീർത്തന, എന്തൊക്കെ ഇയാൾ പറയുന്നത്? എന്നെ ഒരു വാക്ക് പറയാൻ അനുവദിക്കാൻ ഇയാൾ എന്താ സ്ഥാപിക്കാൻ പോകുന്നത്? കീർത്തനയോട് എന്റെ ചെയിൻ മിസ്സായ കാര്യം ഞാൻ പറഞ്ഞല്ലേ? അതും പറഞ്ഞവൾ ഡോറിന്റെ പുറത്തേക്ക് വേഗത്തിൽ നടന്നു വന്നു. കീർത്തന പുറകിൽ നിന്ന് ജാനോട് മുന്നിലേക്ക് കയറി നിന്നു. കീർത്തന മുഖത്ത് ആശ്ചര്യഭാവം വരുത്തി ജാനെ ഇപ്പോൾ കണ്ട പോലെ അഭിനയിച്ചു. നീലാംബരിക്ക് ഒരു നിമിഷം ഭൂമി വിളർന്ന് താൻ താഴെ വീഴുമെന്ന് തോന്നിപ്പോയി. അപ്പോഴേക്ക് ഒട്ടുമിക്ക സ്റ്റാഫ് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ഓഫീസിലേക്ക് തിരികെ വന്നിരുന്നു. സർ, ഞാൻ... നീലാംബരി അവനെ നോക്കി പറഞ്ഞുപോയി. ഇനഫ്! നീലാംബരിക്ക് നേരെ കൈ ഉയർത്തി അവൻ അലറി. അവന്റെ ഒച്ച ആ ഫ്ലോറിൽ മുഴങ്ങി കേട്ടു. എല്ലാവരും ഒരുപോലെ ഞെട്ടി. അവൻ ചുറ്റും കൂടി നിന്ന് എല്ലാവരെയും നോക്കി. ഷർട്ടിന് പുറമേ തയ്ച്ചിരുന്ന ബ്ലേസർ അഴിച്ച് ക്യാബിന് മുമ്പിലുള്ള വെയിറ്റിംഗ് ഏരിയയിലെ സോഫയിലേക്ക് വലിച്ചെറിഞ്ഞു.
ഷർട്ടിന്റെ ഇരു കൈകളെയും സ്ലീവ് ബട്ടൺ അഴിച്ച് മുകളിലേക്ക് ചുരുട്ടി വെച്ചുകൊണ്ട് അവൻ എല്ലാവരെയും നോക്കി പറഞ്ഞു, ഐ എം സ്പീക്കിംഗ് ഫോർ ആൾ ടു ഹിയർ. ഐ എം നോട്ട് ബ്ലൈൻഡ്. ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദിസ് ഓഫീസ്. Because of the one reason, I remained silent since morning despite seeing all this. Everyone listen. മര്യാദക്ക് ജോലി ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം ഇവിടെ നിൽക്കാം. If not, get out. അവൻ ഡോറിന് നേരെ വിരലിച്ചുകൊണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും ക്യാബിനിൽ ഫോണുണ്ട്. Did none of you see it? എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവന് നിമിഷം നിർത്തി ഷർട്ടിന്റെ ആദ്യത്തെ 2 ബട്ടണുകൾ അഴിച്ചുകൊണ്ട് വീണ്ടും തുറന്നു. നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണ് അത് അവിടെ വെച്ചിട്ടുള്ളത്, കാണാനല്ല. അതുപോലെ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഫോണിൽ നിങ്ങൾ വിളിച്ചറിയിക്കും. അല്ലാതെ നോ വൺ ഷുഡ് എൻ്റർ മൈ ക്യാബിൻ വിത്തൗട്ട് മൈ പെർമിഷൻ. നോ വൺ നോക്ക് അറ്റ് മൈ ഡോർ. അത്രയും പറഞ്ഞ ശേഷം ഡോറിന്റെ മുന്നിലായി നിന്നിരുന്ന നീലാംബരിയുടെ അവൻ പറഞ്ഞു, ഇഫ് യു നീഡ് എ മാൻ യു കാൺ ഗെറ്റ് ഹിം ഫ്രം മൈ ക്യാബിൻ. അതല്ല എന്റെ കമ്പനിയെ ചീറ്റ് ചെയ്ത് ഇഫ് യു വാണ്ട് ടു ഗിവ് സംതിങ് ഫ്രം ഹിയർ ടു സമൺ എൽസ് ഐ വിൽ നോട്ട് ബി ആക്സെപ്റ്റഡ് ഹിയർ ബിക്കോസ് ദിസ് ഈസ് മൈ ഓഫീസ്. ഐ ആം ജയ് ശിവനാഥ് മേനോൻ. നീലാംബരി ഞെട്ടിത്തരിച്ച് നിന്നുപോയി. അവസാനം അവൻ പറഞ്ഞ വാക്കുകൾ അവൾക്ക് സഹിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. അവൾ ചിന്തിച്ചിട്ട് പോലില്ലാത്ത കാര്യങ്ങളായിരുന്നു ഇത്രയും നേരം അവൻ സംസാരിച്ചതൊക്കെ. മറ്റെല്ലാവരെ പോലെയും പേടിയോടെ കേട്ടു നിന്നെങ്കിലും അവളോട് മാത്രമായി പറഞ്ഞ വാക്കുകൾക്ക് ഒത്തിരി അർത്ഥങ്ങളുണ്ടായിരുന്നു. അവളുടെ മുഖത്തേക്ക് ചോര ഇരച്ചു കയറി. ഉള്ളിൽ വിതുമ്പി വന്ന എന്തൊക്കെയോ അവൾ മനസ്സിൽ അമർത്തി പിടിച്ചു. നെഞ്ച് പൊട്ടിപ്പോകും പോലെ അവൾക്ക് തോന്നി. ഞാൻ ഒരു നിമിഷം കൂടി അവിടെ നിന്ന ശേഷം പെട്ടെന്ന് തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കൂട്ടം കൂടിയുന്നവർ അല്പസമയം കൂടി അങ്ങനെ നിന്നിട്ട് അവരവരുടെ ക്യാബിനിലേക്ക് പോയി. നീലാംബരിയും എല്ലാം നടന്ന് അവളുടെ ക്യാബിനിലേക്ക്. ഇഫ് യു നീഡ് എ മാൻ, അവൾക്ക് അവളോട് തന്നെ സഹതാപം തോന്നി. തനിക്കൊരു പുരുഷനെ വേണമെങ്കിൽ അയാളുടെ ക്യാബിനിൽ അന്വേഷിക്കേണ്ട പോലും. അതിനകത്ത് അയാൾ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അവളൊന്നും മിണ്ടാതെ ക്യാബിനിലിരുന്നു. കീർത്തന എല്ലാവർക്കും നേരെ ശബ്ദമുയർത്തി, എല്ലാവരും കേട്ടല്ലോ, ആരും അനുവാദമില്ലാതെ സാറിന്റെ റൂമിൽ പോകാൻ പാടില്ല. അതിനകത്ത് വിലപിടിപ്പുള്ള പല ഡോക്യുമെന്റുകളും കാണും. പിന്നെ സാറ് ഫോൺ വിളിക്കാൻ പറഞ്ഞ് എളുപ്പമായി ചിലർ കരുതും. അതും പറഞ്ഞ് ആരും അദ്ദേഹത്തെ ഫോൺ ചെയ്ത് ബുദ്ധിമുട്ടിക്കണ്ട, എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അദ്ദേഹത്തെ അറിയിച്ചോളാം. അവസാനം നീലാംബരിയും തുറച്ചു നോക്കിക്കൊണ്ട് കീർത്തന അവളുടെ ക്യാബിനിലേക്ക് പോയി. ജാൻ നേരെ പോയത് കിരണിന്റെ ക്യാബിനിലേക്കാണ്. ഡോർ തുറന്ന് സോഫയിലേക്ക് പോയി വീണു അവൻ. കിരൺ ചെയറിൽ നിന്നും ചാടി എഴുന്നേറ്റു. എന്താടാ, എന്തു പറ്റി? ഇപ്പോഴൊന്നും പോയതല്ലേ ഉള്ളൂ, നീ തലവേദന പറയുന്നില്ലേ? കിരൺ, എനിക്ക് നിന്നോട് സംസാരിക്കണം ഇപ്പോ. ഞാനിവിടെ ഉണ്ടല്ലോ, നീ പറ. ജാൻ ഇരുന്ന് വിറക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഉയരുന്ന ശ്വാസഗതി നോക്കി കിരൺ ഭയന്നു. ഡാ, ടെൻഷനാവാത്ത കാര്യം പറ. മാൻഷനിലെല്ലാവരും ഓക്കെ അല്ലേ? അവിടെ എന്താ? ഇവിടെയാ പ്രശ്നം. ഇവിടെയോ? ഇവിടെ എന്താ? നീലാംബരി ഇന്ന് പറഞ്ഞു വിടണം അവളെ ഇവിടുന്ന്. ജാൻ വിറച്ചുകൊണ്ട് പറഞ്ഞു. ഡാ, നീ കാര്യം പറ, എന്താ കാര്യം? അവൾ എന്ത് ചെയ്തെന്നാ? ദാറ്റ് ഗേൾ കിരൺ, അവൾ നീ കരുതും പോലെയല്ല. അവൾ മറ്റെന്തോ ഉദ്ദേശത്തിൽ ഇവിടെ വന്നാ. നമ്മുടെ എനിമീസ് പറഞ്ഞു വിട്ട സ്പൈയാണ് അവൾ. അവൾ നിലത്തേക്ക് വിരൽ ചൂണ്ടി ഓരോ വാക്ക് എടുത്തെടുത്ത് പറഞ്ഞു. നീ എന്തൊക്കെയാണ് പറയുന്നേ? നിനക്ക് വട്ടായോ? കിരൺ ആകെ അതിശയിച്ചു പോയി. വട്ട് നിനക്കാണ്, എനിക്കല്ല. നീ ഓർത്ത് നോക്ക്. ദാറ്റ് ഡേ ആ ആക്സിഡന്റ്, നിന്റെ കാറിന് മുമ്പിൽ അവൾ ഇന്റൻഷനലി ചാടിയതാവും. അവളെ കണ്ടാലറിയില്ലേ, അവൾ ഏതോ കമ്പനിയുടെ മോഡലാ. എനിക്കിപ്പോ എല്ലാം കണക്ട് ആവുന്നുണ്ടെങ്കിലും ഇന്ന് എന്റെ ക്യാബിൻ ഡ്യൂട്ടി ചെയ്യാൻ അവൾ ഓഫീസിൽ പ്രശ്നം ഉണ്ടാക്കി. നിനക്കറിയോ, ഇന്ന് ഞാനില്ലാത്ത ടൈം നോക്കി എന്റെ ക്യാബിൽ കയറി അവള്. എന്തിന്? വൈ? ഷീസ് എ സ്പൈ സെന്റ് ബൈ സമൺ അഗൈൻസ്റ്റ് us. നിർത്താ! കിരൺ അലറി. കുറെ നേരമല്ലോ നീ ഇരുന്ന് വിറക്കുന്നു. അവളെ കുറിച്ച് എന്തറിഞ്ഞാണ് നീ ചിലക്കുന്നത്? സ്പൈ പോലും. അതിന് മാത്രം ഇന്ന് ഓപ്പണായ കമ്പനി എന്തും ഉണ്ടാകണം നമ്മൾ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. കയറി ജോയിൻ ചെയ്ത് അന്നിനെ നിന്റെ ക്യാബിലേക്ക് കയറാൻ മണ്ടന്മാരല്ല സ്പൈകള്. ഞാനൊരു നിമിഷം ഒന്ന് കിരണിനെ നോക്കി. ഞാൻ പറഞ്ഞിട്ടാ, ഞാൻ നിർബന്ധിച്ച് പറഞ്ഞിട്ടാ അവൾ നിന്റെ പുറകെ കിടന്ന്. അതും വെറുതെ ഒരു സോറി പറയാൻ. കിരൺ രാവിലെ മുതലുള്ള കാര്യങ്ങൾ അവനോട് പറഞ്ഞു. പെട്ടെന്നാണ് ഡോർ നോക്കുന്ന ശബ്ദം കേട്ടത്. കിരൺ പെർമിഷൻ കൊടുത്തു ക്ലീനിങ് സ്റ്റാഫ് അകത്തേക്ക് വന്നു. എന്താ? കിരൺ അയാളോട് ചോദിച്ചു. സർ, ഞാൻ 12th ഫ്ലോറിൽ വർക്ക് ചെയ്യുന്നത്. ജാൻ സാറിനെ അന്വേഷിച്ച് കുറച്ചു നേരം ഞാൻ താഴെയും മുകളിലായിട്ട് നടക്കുക. മുകളിൽ ചെല്ലുമ്പോൾ സാറ് താഴെ പോയെന്ന് പറയും, താഴെ വരുമ്പോൾ സാറ് മുകളിൽ പോയെന്ന് പറയും. ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നാ, അയാൾ ബഹുമാനത്തോടെ പറഞ്ഞു. എന്താണ് കാര്യം പറ? കിരൺ ചോദിച്ചു. ജാൻ അയാൾ പറയുന്നത് നോക്കിയിരുന്നു. ജാൻ സാറിന്റെ ക്യാബിന് ക്ലീൻ ചെയ്തപ്പോൾ നിലത്തുനിന്നൊരു മാല കിട്ടി. വിലപിടിപ്പുള്ളതാണെന്ന് തോന്നി. അതുകൊണ്ട് സാറിന്റെ കയ്യിൽ നേരിട്ട് ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു. അതും പറഞ്ഞ് അയാൾ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെയിന് കയ്യിലെടുത്ത് കിരണിന് നേരെ നീട്ടി. കിരൺ അതുമായി പറഞ്ഞു. ശരി, നിങ്ങൾ പോയിക്കോ. അയാൾ ജാനിയെ നോക്കി, എന്നിട്ട് പുറത്തേക്ക് പോയി. ജാൻ അപ്പോൾ നീലാംബരി കീർത്തനയോട് പറഞ്ഞ് ഓർക്കുകയായിരുന്നു. കീർത്തനയോട് എന്റെ ചെയിന് മിസ്സായ കാര്യം ഞാൻ പറഞ്ഞല്ലേ? അവളുടെ വാക്കുകൾ അവന്റെ കാതുകളിൽ അലയടിച്ചുകൊണ്ടിരുന്നു. ജാൻ കണ്ണുകളടച്ച് സോഫയിൽ ചാരിയിരുന്നു. ഇരു കണ്ണുകളും കൊണ്ട് നെറ്റിയുടെ ഇരുവശങ്ങൾ ഒഴിഞ്ഞുകൊണ്ടിരുന്നവൻ. കിരണിന് കാവ്യ പറഞ്ഞ ഓർമ്മ വന്നു. നീലാംബരിയുടെ ചെയിൻ മിസ്സായി എന്നും അവൾ ടെൻഷൻ അടിച്ചാണ് ഫ്ലോറിൽ പോയതെന്നും കിരൺ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. കാവ്യ ഓഫീസിനോട് ക്യാബിലേക്ക് വരാൻ പറയും. അവൻ ഫോൺ വെച്ച് അല്പസമയത്തിനുള്ളിൽ കാവ്യ ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് വന്നു.
ഇയാളെ കൂട്ടി ഇത് വലിയ ശല്യാണല്ലോ. എന്നെ ഒരു പണി ചെയ്യാൻ സമ്മതിക്കരുത്. ഇതിപ്പോ എത്രാമത്തെ തവണ ഇങ്ങനെ വിളിക്കുന്നത്? കിരൺ അവളോട് സോഫയിലേക്ക് നോക്കാൻ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. കാവ്യ നോക്കുമ്പോൾ ജാൻ അവിടെ ഇരിക്കുന്ന കണ്ട് അവൾ നാക്കടിച്ച് തലയിൽ കൈവച്ചു പോയി. കിരൺ ഇല്ലാത്ത ഗൗരവം നടിച്ച് കാവ്യയോടായി പറഞ്ഞു, ആ കാവ്യ, ഈ ചെയിൻ ആരുടെന്നാണ് കാവ്യക്ക് അറിയോ? അവൾ പെട്ടെന്ന് കൈ നീട്ടിയത് വാങ്ങി. അറിയാം, ഇത് നിലയുടെയാ. ഇതെവിടുന്ന് കിട്ടിയത്? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇതവളുടെ കയ്യിൽ നിന്ന് മിസ്സായ ചെയിന്. ഞാൻ പറഞ്ഞപ്പോൾ അവൾ ചെയിന് മിസ്സായ കാര്യം അറിയുന്ന പോലും. മാല കയ്യിൽ കിട്ടിയതിന്റെ എല്ലാ അതിശയവും കാവ്യയിൽ പ്രകടമായിരുന്നു. ഓക്കെ, താൻ പോയിക്കോ. പിന്നെ ആ ചെയിൻ നിലയുടെ കൈ കൊടുത്തേക്ക്. കിരൺ പറയുമ്പോൾ ജാൻ പെട്ടെന്ന് അതിനെ എതിർത്തു. നോ, അത് കിരണിന്റെ കൈ കൊടുത്തേക്ക്. ആൻഡ് യു ക്യാൻ ഗോ കാവ്യ. കാവ്യ പുറത്തേക്ക് പോയതും ജാൻ എഴുന്നേറ്റ് കിരണിന്റെ കയ്യിൽ നിന്ന് ആ ചെയിൻ വാങ്ങി. നിനക്കെന്തിനാ ഇത്? ഞാൻ കൊടുത്തോളാം. ആൻഡ് ഐ വാണ്ട് ടു അപ്പോളജൈസ് ടു ഹർ. എന്തിന്? തൊട്ടു മുന്നേ ഓഫീസിലാവും നടത്തിയ പ്രകടനം ജാൻ കിരണിനോട് പറഞ്ഞു. കിരൺ തലയിൽ കൈയും വെച്ച് ചെയറിൽ ഇരുന്നു പോയി. 12th ഫ്ലോറിൽ ലിഫ്റ്റ് ഇറങ്ങി ജാൻ ഓഫീസ് ഹാളിലേക്ക് നടന്നു. എപ്പോഴും കാണുന്ന ഗൗരവ ആ മുഖത്തിപ്പോഴും ഉണ്ടായിരുന്നില്ല. മറിച്ച് വളരെ നേരത്തെ ഒരു പുഞ്ചിരി തങ്ങി നിന്നിരുന്ന അവനിൽ. ഓഫീസ് ഹാൾ ഡോർ തുറന്ന് അകത്ത് കയറിയ പാടെ നീലാംബരിയുടെ ക്യാബിനിലേക്ക് അവനെ നോക്കി. ഇടത് കൈയിൽ താടി കുത്തിയൊരു പേപ്പറിലെന്തോ വളരെ പതിയെ വരയ്ക്കുകയാണവൾ. മുഖത്ത് വല്ലാത്തൊരു ഭാവം. കണ്ണുകൾ കാണുമ്പോഴറിയാം മനസ്സും മറ്റേതോ ലോകത്താണെന്ന്. തൊട്ടടുത്ത് തന്നെ അശ്വിൻ അവളെ നോക്കിയിരിക്കുന്നുണ്ട്. അശ്വിന്റെ വല്ലാത്ത നോട്ടം കണ്ടപ്പോൾ ജാൻ നീലാംബരി ഒരിക്കൽ കൂടി ഒന്ന് നോക്കി. വീനക്ക് ഡിസൈനിലുള്ള കറുത്ത ഹിപ്പ് ലെങ്ത് ടോപ്പായിരുന്നു ലോങ് സ്കേർട്ടിന്റെ കൂടെ അവൾ ധരിച്ചിരുന്നു. ഡെസ്കിൽ കൈകുത്തി അല്പം കുനിഞ്ഞിരിക്കുന്നതിനാൽ ഉടുപ്പിനിടയിലൂടെ വെളുത്ത കഴുത്തിന്റെ ഉൾഭാഗം അതിലും വെണ്മയിൽ തെളിഞ്ഞ് കാണുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അശ്വിൻ മനഃപൂർവ്വം അവിടേക്ക് നോക്കുന്ന പോലെ അവന് തോന്നി. ജാൻ അകത്തേക്ക് കയറി വന്നും എല്ലാവരും അവനെ നോക്കി. പക്ഷേ നീലാംബരി മാത്രം നോക്കിയില്ല. അശ്വിനെ ഒന്ന് തുറിച്ചു നോക്കിക്കൊണ്ട് ക്യാബിനിലേക്ക് ജാൻ നടന്നുപോയി. ഓഫീസ് റൂമിൽ മൊത്തം അസ്തമയ സൂര്യന്റെ ഓറഞ്ച് നിറത്തിലുള്ള പ്രകാശം ഗ്ലാസ് വാൾ വഴി അരിച്ച് കയറുന്നുണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ തിടുക്കമായതുപോലെ കോഫി ബാറിലേക്ക് പലരും പോകുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് നീലാംബരിയുടെ ക്യാബിനിലെ ഓഫീസ് ലാൻഡ് ഫോണ് ബെല്ലടിക്കാൻ തുടങ്ങിയത്. മറ്റു ഓപ്പൺ ക്യാബിൽ ഇരുന്നവരെല്ലാം പെട്ടെന്ന് അവിടേക്ക് നോക്കി. നീലാംബരി ആകെ പകച്ചുപോയി. ഈ ഓഫീസിൽ വരുന്ന ആദ്യത്തെ കോൾ. തികഞ്ഞ അമ്പരപ്പോടെ അവൾ ഫോണെടുത്ത് ചെവിയോട് ചേർത്തു. ഓഫീസിലുള്ള ചിലരുടെയൊക്കെ കണ്ണുകൾ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഹലോ ജാൻ. മറുതലത്തിൽ നിന്നുള്ള ഉറച്ച സ്വരം കേട്ട് നീലാംബരി ഞെട്ടി. ബ്രിങ് മി എ ലെമൺ ഐസ് ടീ. കാത്തിരിക്കാം. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.